അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഭീഷണികൾ ശക്തമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ പശ്ചിമേഷ്യയിലും അതിനപ്പുറത്തും സൈനിക നിലപാട് കൈക്കൊള്ളാൻ ഉത്തരവിടുകയും തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. ഇസ്രയേൽ ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഇസ്രയേലിന്റെ അതിക്രമങ്ങൾക്ക് യമനിലെ സൈനിക നടപടികൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണയും യഥാർത്ഥത്തിൽ ഗണ്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയിലെ തന്നെ വിവിധ സംഘടനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങളോട് എതിർപ്പുകളാണ് പ്രകടിപ്പിക്കുന്നത്. ഇറാനെതിരായ സൈനിക നടപടി യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുകയാണ്. കൂടാതെ അമേരിക്കൻ വിഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് അവർ വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇറാനുമായുള്ള ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നേരെ മറിച്ച് അമേരിക്കയുടെ നില തകരുമെന്നും അവർ പറയുന്നതായി ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൂടാതെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യതയും പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിദേശ നയത്തിന്റെ സങ്കീർണത, മത്സര താൽപ്പര്യങ്ങളും അജണ്ടകളും എന്നിവയിൽ നിന്നും യഥാർത്ഥത്തിൽ വ്യക്തവുമാണ്. ഇസ്രയേലുമായും സയനിസ്റ്റ് വ്യക്തികളുമായുള്ള ട്രംപിന്റെ ബന്ധങ്ങളാണ് ഈ മേഖലകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ ശരിക്കും രൂപപ്പെടുത്തിയത്. ഇത് പല ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾക്കാണ് കാരണമായിട്ടുള്ളത്. ഇറാനെതിരായ സൈനിക നടപടിയുടെ അനന്തരഫലങ്ങൾ യഥാർത്ഥത്തിൽ ദൂരവ്യാപകമായിട്ടാണ് നിലനിൽക്കുന്നത്. പ്രാദേശിക സ്ഥിരത, ആഗോള സുരക്ഷ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സൈനിക ഇടപെടലിന്റെ ഒരു നീണ്ട ചരിത്രമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്ക അതുമായി ഇറാനിലേക്ക് പോയാൽ, പ്രത്യേകിച്ച് ഇറാനെ ട്രംപ് പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നതിലും ഒരു സംശയവുമില്ല. ഇറാനെതിരായ സൈനിക ആക്രമണത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നാണ് അമേരിക്കയിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം. ആയിരക്കണക്കിന് അമേരിക്കക്കാരായിരിക്കും ഈ ആക്രമണത്തിൽ മരണപ്പെടുവാനായി പോകുന്നത്. അതിനുശേഷം യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്നതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ മറ്റൊന്നും വിനാശകരമായ അമേരിക്കയ്ക്ക് സംഭവിക്കാനില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇറാനുമായി അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നത് ശരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായ കാര്യമാണ്. ഇറാനുമായി സംഘർഷത്തിന് അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരാളും അമേരിക്കയുടെ സഖ്യകക്ഷി ആയിരിക്കില്ല, നേരെ മറിച്ച് അമേരിക്കയുടെ ഒരു ശത്രുവായിരിക്കും. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ ജനതയ്ക്കല്ല, മറിച്ച് നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള സമ്മാനമായിരിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞെത്തിയ ട്രംപ് ഇപ്പോൾ യമനെതിരെയും ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇറാന് നേരെ ഭീഷണി മുഴക്കുകയും ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറുകയും ചെയ്യുന്ന നടപടിയാണ് അമേരിക്ക കൈക്കൊള്ളുന്നത്. ഇനി ഒരു യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിയാൽ അതിന് അമേരിക്ക അനുഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരിക്കും. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങൾക്ക് കുറഞ്ഞത് $6 ട്രില്യൺ ആയിരുന്നു ചിലവായിരുന്നത്. പക്ഷേ ഇറാനിൽ അങ്ങനെ ആയിരിക്കില്ല. ഏകദേശം 90 ദശലക്ഷം ജനസംഖ്യയുള്ള ഇറാൻ ന്യൂനത മിസൈലുകൾ, ഡ്രോൺ സംവിധാനങ്ങളാൽ വളരെയധികം സമ്പന്നവുമാണ്. ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും ഒഴിച്ചുകൂടാനാവാത്ത സമുദ്ര ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിനെ വിശദമായി സംരക്ഷിക്കുന്നതിലൂടെ രാജ്യം അതിന്റെ സമാനതകളില്ലാത്ത തന്ത്രപരമായ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും വിദഗ്ധർ വെളിപ്പെടുത്തുന്നുണ്ട്.